is Sri Rekha and I'm from Excel Study Circle. So, welcome back to yet another interesting video from Excel. And today we'll be discussing Physics Chapter 1 of NCERT textbook. The chapter heading is Motion. സോ ഇത് നമ്മുടെ രണ്ടാമത്തെ സെഷനാണ്. നമ്മൾ ഫസ്റ്റ് സെഷനിൽ മോഷൻ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കിയത് അല്ലേ. സോ ഐ ഗീവ് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്, യു ക്യാൻ ചെക്ക് ഔട്ട് ദ ഫസ്റ്റ് സെഷൻ. ഓൾറൈറ്റ്. സോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയത് ഹൗ ടു ഡിസ്ക്രൈബ് എ മോഷൻ. അതായത് നമ്മൾ ഒരു മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ വെൻ യു ഹാവ് ടു ടോക്ക് അബൌട്ട് ദ പൊസിഷൻ ഓഫ് എ പെർട്ടിക്കുലർ ഒബ്ജക്ട് വി നീഡ് ടു പോയിന്റ് ഔട്ട് ദ റെഫറൻസ് പോയിന്റ് അല്ലെ. ഒരു റെഫറൻസ് പോയിന്റ് ബേസിസിൽ വെച്ചിട്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റിന്റെ പൊസിഷനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ. സോ നമ്മൾ ഇവിടെ പറയുന്ന റെഫറൻസ് പോയിന്റ് ഒറിജിൻ ആയിട്ടാണ് നമ്മൾ നോർമലി എടുക്കാറ്. ഓൾറൈറ്റ്. പിന്നെ നമ്മൾ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസും നമ്മൾ വ്യത്യാസം നോക്കി. സോ ഡിസ്റ്റൻസ് ഇസ് എ ടോട്ടൽ പാത്ത് ലെങ്ത് വിച്ച് ഇസ് കവേർഡ് ബൈ എൻ ഒബ്ജക്ട് അല്ലെ. നമ്മുടെ യൂണിറ്റ് മീറ്റർ തന്നെയാണ് ഡിസ്റ്റൻസിന്റെ. വേറാസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ. സോ അഗെയിൻ SI യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് നമുക്ക് മീറ്റർ തന്നെയാണ്. സോ അതിന്റെ ഡിഫറൻസും നമ്മൾ കുറച്ച് ന്യൂമറിക്കലൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത്. സോ ടുഡേ വിൽ സ്റ്റാർട്ട് വിത്ത് യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ. ഓൾറൈറ്റ്. സോ ഇന്ന് നമ്മൾ കുറച്ച് ന്യൂമറിക്കൽസ് ചെയ്യുന്നതാണ്. സോ പ്ലീസ് ബി റെഡി വിത്ത് യുവർ നോട്ട്ബുക്ക് ആൻഡ് എ പെൻ. സോ എ സ്മോൾ സജഷൻ ഫ്രം മൈ എൻഡ് ഇസ് ദാറ്റ് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിക്കാനിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫ്രം 9th ഗ്രേഡ് പിന്നെ 10th +1 +2 നമുക്ക് ന്യൂമറിക്കൽസ് ഒരുപാട് വരാറുണ്ട്. സോ പ്ലീസ് റൈറ്റ് ആൻഡ് പ്രാക്ടീസ്. ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഓൾറൈറ്റ്. സോ അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഹെൽപ്ഫുൾ തന്നെയായിരിക്കും. സോ പ്ലീസ് ട്രൈ ടു കാൽക്കുലേറ്റ് ദ സ്റ്റെപ്സ് ഇൻ ദ നോട്ട്ബുക്ക് ഇറ്റ്സെൽഫ്. നമുക്ക് വായിക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം സ്റ്റെപ്പ് അറിയുന്ന പോലൊരു ഫീലിംഗ് വരാം. സോ തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. സോ എഴുതി പഠിക്കുമ്പോൾ തെറ്റാറില്ല. ഓക്കെ. So please write and practice. Okay, let's start with uniform motion and non-uniform motion. So consider an object moving along a straight line. Let it travel 5 meter in the first second, 5 more meter in the next second, and 5 meter in the third second, and 5 meter in the fourth second. So 4 second തന്നിട്ട് 5 meter each വെച്ചിട്ടാണ് അത് കവർ ചെയ്യുന്നത്. In this case, the object covers 5 meter in each second, as the object covers equal distance in equal intervals of time. Equal distances in equal intervals of time, it is said to be a uniform motion. Okay, so equal distance of time, equal distance equal interval of time cover ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ യൂണിഫോം മോഷൻ എന്ന് പറയാം. ദാറ്റ് ഇസ് 5 meter each and again it is in 5 seconds. അപ്പോൾ ഒരു യൂണിഫോമിറ്റി ഉണ്ട് അല്ലെ. ഡിസ്റ്റൻസും ഈക്വൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, ടൈം ഈക്വൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ. ഓക്കെ. ദ ടൈം ഇന്റർവൽ ഇൻ ദിസ് മോഷൻ ഷുഡ് ബി വെരി സ്മോൾ. ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം. ഓൾറൈറ്റ്. ഇൻ ആർ ഡേ ടു ഡേ ലൈഫ് വി കം അക്രോസ് മെനി മോഷൻസ് വെയർ ഒബ്ജക്ട്സ് കവർ അൺഈക്വൽ ഡിസ്റ്റൻസ്. നമ്മൾ തീർച്ചയായിട്ടും കുറെ അധികം എക്സാമ്പിൾ കാണുന്നത് അൺഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന പോലെയാണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ വെൻ a car is moving in a crowded street or a person is jogging in a park. ഓക്കെ. ക്രൗഡഡ് സ്ട്രീറ്റിൽ ഒരു കാർ മൂവ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ കവർ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല അല്ലെ. ഭയങ്കര ക്രൗഡഡ് ആണ്, ട്രാഫിക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ നമുക്ക് ചിലപ്പോൾ വെഹിക്കിൾ മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ നോൺ യൂണിഫോം മോഷൻ. അതേസമയം ഒരു പേഴ്സൺ ജോഗ് ചെയ്യാണ്, ഓക്കെ, അഗെയിൻ ഇൻ എ പാർക്ക്. അപ്പൊ നമുക്ക് അവിടെ ഒരു ക്രൗഡ് നമുക്ക് ആക്ച്വലി പറയാൻ പറ്റില്ല. ലൈക്ക് ചില പ്ലേസിൽ കുറച്ച് അധികം ആൾക്കാരുണ്ടാവും, ചില പ്ലേസിൽ കുറവായിരിക്കും. സോ ഈക്വൽ ഡിസ്റ്റൻസ് നമുക്ക് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നോൺ യൂണിഫോം മോഷൻ ആണ്. പക്ഷെ അതേസമയം നമ്മളെ സെക്കൻഡ് ഹാൻഡ് ക്ലോക്കിലുള്ള സെക്കൻഡ് ഹാൻഡ് മൂവ് ചെയ്യുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിലാണ് അല്ലെ. ഓരോരോ സെക്കൻഡ് കൂടുമ്പോഴും അത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. സോ അങ്ങനത്തെയുള്ള മോഷനെ നമുക്ക് യൂണിഫോം മോഷൻ എന്ന് പറയാം. സോ ലെറ്റ്സ് ഗോ ടു ആക്ടിവിറ്റി 7.5. The data regarding the motion of two different objects A and B are given in table 7.1. Examine them carefully and state whether the motion of the object is uniform or non-uniform. Okay. അപ്പോൾ നമുക്ക് ടേബിൾ 7.1 കുറച്ച് ഡാറ്റ അവർ തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് നോക്കാം. സോ അക്കോർഡിംഗ് ടു ദിസ് ഡാറ്റ എ ട്രാവൽ ചെയ്യുന്നത് ലൈക്ക് അവർ ഇൻ മീറ്റേഴ്സ് ആ 10 മീറ്റർ 20 മീറ്റർ അങ്ങനെ ലൈക്ക് 10 മീറ്റർ ഈച്ച് വെച്ച് 70 മീറ്റർ വരെ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് അഗെയിൻ ടൈം ഇന്റർവെൽ നോക്കുകയാണെങ്കിൽ 10:30 to 9 like 9:30 to 9:45, then again to 10:30 10:15. So 15 minutes gap വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. So we can definitely say that distance covered എന്ന് പറയുന്നതും and the time interval എന്ന് പറയുന്നത് it is uniform അല്ലേ. So we can say that equal distance is covered in equal interval of time.
So A can said to have a uniform motion. All right. I hope all of you are getting the point. And നമുക്ക് object B നോക്കാം. 12, 19, 23. Again, ഇതിലൊരു യൂണിഫോമിറ്റി ഇല്ല. ഈ വാല്യൂസ് തമ്മിലൊരു യൂണിഫോമിറ്റി ഇല്ല. ഈവൻ ദോ ദ ടൈം ഇസ് യൂണിഫോം അല്ലെ. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ്. 15 മിനിറ്റ്സ് ഗ്യാപ്പ് വെച്ചിട്ടാണ് ടൈം മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈമിന്റെ ഡാറ്റ അല്ലെങ്കിൽ പക്ഷെ ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത് നോൺ യൂണിഫോം ആണ്. സോ വി ക്യാൻ സേ ദിസ് ഈസ് എൻ നോൺ യൂണിഫോം മോഷൻ. ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നോൺ യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. ഓൾറൈറ്റ്. സോ വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, if an object covers equal distance in equal interval of time, then that object is said to have a uniform motion. But if an object covers unequal distance in equal interval of time, then we can say that it is having a non-uniform motion. Okay. Now, measuring the rate of motion. Okay, അവർ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു ബൗളിംഗ് സ്പീഡ്, ഒരു ക്രിക്കറ്റിന്റെ ഒരു മാച്ചിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരു സ്പീഡ് ലിമിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വെഹിക്കിൾ റോഡിൽ മൂവ് ചെയ്യുന്നതായിട്ടും അവർ തന്നിട്ടുണ്ട് അല്ലെ. So look at the situations which is given in figure 7.2. If the bowling speed is 143 km per hour in figure 7.2a, what does it mean? അതായത് പെർ അവറിൽ ഒരു 143 കിലോമീറ്റർ അത് ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം അല്ലെ. what do you understand from the sign board in 7.2b? അതായത് ഒരു സ്പീഡ് ലിമിറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഈ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന മാക്സിമം സ്പീഡ് ലിമിറ്റ്, ദാറ്റ് ഇസ് ഡിഫറെന്റ് വെഹിക്കിൾസും ഡിഫറെന്റ് സ്പീഡ് ലിമിറ്റ് ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ വെഹിക്കിൾ 50 കിലോമീറ്റർ പെർ അവർ, സെക്കൻഡിന് വന്നിട്ട് 40 കിലോമീറ്റർ പെർ അവർ എന്നുള്ള രണ്ട് റേറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. സോ ഡിഫറെന്റ് ഒബ്ജക്ട്സ് മേ ടേക്ക് ഡിഫറെന്റ് അമൗണ്ട്സ് ഓഫ് ടൈം ടു കവർ എ ഗിവൺ ഡിസ്റ്റൻസ്. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ രണ്ട് ഡിഫറെന്റ് ഒബ്ജക്ട് എടുത്താൽ രണ്ടും ഒരേപോലെ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഒരു നിർബന്ധമില്ല അല്ലെ. സോ സം ഓഫ് ദം മൂവ് ഫാസ്റ്റ് ആൻഡ് സം മൂവ് വെരി സ്ലോലി. The rate at which objects move can be different. Also, different objects can move at the same rate. പല ഒബ്ജക്റ്റിന് പല തരത്തിലുള്ള റേറ്റ് ആവാം, ചിലപ്പോൾ സെയിമും ആവാം. One of the ways of measuring the rate of motion of an object is to find out the distance traveled by the object by unit time. എത്ര ഡിസ്റ്റൻസ് ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തു within a particular unit of time എന്നുള്ളത് നമുക്ക് നോക്കാം. So this quantity is referred to as speed. Okay, so നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി കൂടെ നോക്കാൻ വേണ്ടി പോവുകയാണ്, സ്പീഡ് എന്നുള്ളത്. SI unit of speed is meter per second. Okay, meter per second ഇങ്ങനെയാണ് എഴുതാറ് കേട്ടോ. അല്ലെങ്കിൽ m(s)⁻1. ബാർ ഇല്ലെങ്കിൽ m(s)⁻1 എന്നും എഴുതാം. Okay, yeah, it's already given over here. The other units of speed include centimeter per second, okay, and kilometer per hour. To specify the speed of an object, we require only its magnitude. അതിന്റെ physical quantity മാത്രം നമുക്ക് മതി, irrespective of the sign അല്ലേ. The speed of an object need not be a constant. In most cases, objects will be in non-uniform motion. Therefore, we describe the rate of an object, of such object, in terms of their average speed. The average speed of an object is obtained by dividing the total distance traveled by total time taken. Okay, so ഇത് നമുക്ക് ഒരു ഫോർമുല ആയിട്ട് പഠിക്കാവുന്നതാണ്. ഒരു ചെറിയ സജഷൻ, നമ്മൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ ഒരുപാട് ന്യൂമറിക്കൽസ് നമുക്ക് ഇനി കണ്ടേക്കാം. സോ കീപ് എ സെപ്പറേറ്റ് ബുക്ക്, ഒരു ഫോർമുല ബുക്ക് പോലെ. മാത്സിന് സെപ്പറേറ്റ്, ഫിസിക്സിന് കെമിസ്ട്രിക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ബുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. ലൈക്ക് റൈറ്റ് ദ ജനറൽ ഇക്വേഷൻസ് ഓർ ദ സിംപ്ലസ്റ്റ് ഓഫ് ദി ഇക്വേഷൻസ് നിന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ ടു ദ ഹയർ വാട്ട് എവർ യു കം അക്രോസ്. ഓക്കെ, അങ്ങനെ ഒരു നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതിൽ SI യൂണിറ്റുകൾ മാർക്ക് ചെയ്യുക. ലൈക്ക് ഏതൊക്കെ ഇക്വേഷൻസിൽ ഏത് SI യൂണിറ്റിലാണ് ഓരോ പാരാമീറ്റേഴ്സും കിടക്കുന്നതെങ്കിൽ എഴുതുക. യൂണിറ്റ് കൺവേർഷൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എഴുതി വയ്ക്കുക. സോ ഇങ്ങനത്തെ ഒരു ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു എഫേർട്ട് നമ്മൾ എടുക്കുക തന്നെ വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യൂമറിക്കൽസ് വിൽ ബി വെരി ഈസി ഫോർ യു പീപ്പിൾ ടു സോൾവ്. ഓക്കെ, കുറേ കുട്ടികൾക്ക് ന്യൂമറിക്കൽസ് ആണ് എപ്പോഴും ടഫ് ആയിട്ട് വരിക. തിയറിറ്റിക്കൽ പോർഷൻ ലൈക്ക് എവറി വൺ കൻ ലേൺ അല്ലെ, ബട്ട് ന്യൂമറിക്കൽസും എളുപ്പം തന്നെയാണ്. ദർ ഈസ് എ വേ ഫോർ അപ്രോച്ചിങ് ദീസ് കൈൻഡ് ഓഫ് ന്യൂമറിക്കൽസ്. ഓക്കെ, സോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, സോ നമ്മൾ ഇന്ന് പഠിച്ച ഇക്വേഷൻ ആണ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആവറേജ് മാർക്ക് ഒക്കെ ഇങ്ങനെ കാണാം, ടോട്ടൽ മാർക്സ് ഡിവൈഡ് ബൈ ദ നമ്പർ ഓഫ് സബ്ജക്ട് എന്ന് പറയുന്ന പോലെ ആവറേജ് സ്പീഡ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം. സോ അതിനെ കട്ട് ഷോർട്ട് ആയിട്ട് നമുക്ക് ഒരു ഫോർമുല ആയിട്ട് എഴുതാം. V is equal to S/T. You have to understand what each term represents. V എന്ന് പറയുന്നത് ഇവിടെ സ്പീഡ് ആണ്, S represents the distance and T is the time. And again V പറയേണ്ടത് സ്പീഡ് ആണ്, സോ മീറ്റർ പെർ സെക്കൻഡിലാണ് അതിന്റെ SI യൂണിറ്റ് വരേണ്ടത്, ആൻഡ് ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സ് ആൻഡ് ടൈം ഇൻ സെക്കൻഡ്സ്. ഇതല്ലെങ്കിൽ നമുക്കൊരു ന്യൂമറിക്കൽ തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഇഫ് the parameters are not given exactly in the same SI unit, first convert that, എന്നിട്ട് വേണം നമുക്ക് ന്യൂമറിക്കൽ ഇക്വേഷനിൽ നമ്മൾ
ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറൈറ്റ്, നൗ ലെറ്റ് us understand this by an example. A car travels 100 kilometer in 2 hours എന്ന് പറഞ്ഞാൽ its average speed is 100/2 എന്ന് പറയുന്നത് 50 kilometer per hour. ഒരു അവറിൽ ഒരു 50 കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്യാൻ പറ്റും, അതാണ് അതിന്റെ സ്പീഡ് അല്ലെ. ദ കാർ മൈറ്റ് നോട്ട് ബി ട്രാവൽ അറ്റ് 50 കിലോമീറ്റർ ഓൾ ദി ടൈം അല്ലെ. ട്രാഫിക്കിനനുസരിച്ച് ചിലപ്പോൾ സിഗ്നലുകൾ വരാം, സോ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ട്രാഫിക് വരുമ്പോൾ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. അത്യാവശ്യം ട്രാഫിക് ഇല്ല പറഞ്ഞാൽ നമുക്ക് നോർമൽ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വേരീസ് അല്ലെ. സോ ഓൾ ടുഗെദർ ആ ജേർണിയിലുള്ള ആവറേജ് സ്പീഡാണ് 50 കിലോമീറ്റർ പെർ അവർ. എവറി ടൈം ആ കാർ 50 കിലോമീറ്റർ പെർ അവറിൽ പോകണമെന്ന് നിർബന്ധമില്ല അല്ലെ. സോ സംടൈംസ് ഇറ്റ് might travel faster and sometimes slower than this. Alright, നമ്മൾ ഇനി ഒരു ന്യൂമറിക്കിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. എക്സാമ്പിൾ 7.1, an object travels 16 meter in 4 seconds and another object 16 meter in 2 seconds. What is the average speed? രണ്ട് ഡിഫറെന്റ് ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, രണ്ടും മൂവ് ചെയ്യുന്ന 16 മീറ്റർ വെച്ചിട്ടാണ്. പക്ഷെ ആദ്യത്തെ ഒബ്ജക്റ്റ് 4 സെക്കൻഡ് ആണ് എടുത്തിരിക്കുന്നത്, ബട്ട് സെക്കൻഡ് ഒബ്ജക്റ്റ് 2 സെക്കൻഡ്സ്. ആവറേജ് സ്പീഡ് കാണാനാണ് പറയുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ, അതിനെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 16 + 16 വിച്ച് ഈസ് ഈക്വൽ ടു 32 മീറ്റർ, രണ്ട് ഒബ്ജക്റ്റും കൂടെ അല്ലെ. ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 4 + 2 6 seconds. Alright, now the average speed is given by total distance divided by total time taken. So this is a direct question. ഇതിൽ വേറെ ഒരു കൺവേർഷനോ വേറെ എക്സ്ട്രാ സ്റ്റെപ്പുകളൊന്നും വരുന്നില്ല. 32/6 which would give you 5.3 meter per second. ഇതാണ് ആവറേജ് സ്പീഡ്. ഓക്കെ, ഇത് ഒരു സിംഗിൾ ഒബ്ജക്ട് തന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്ത പോലെ എടുക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ഒബ്ജക്റ്റ് ആയിട്ട് സ്പെസിഫിക്കലി തന്നിട്ടുണ്ടെങ്കിൽ ഒബ്ജക്ട് എ ഒബ്ജക്ട് ബി അങ്ങനെയായിട്ടും എടുക്കാം. ഓക്കെ, ഇവര് ഒരു ഒബ്ജക്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ, രണ്ട് ഡിഫറെന്റ് ഒബ്ജക്ട് ആയിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഒബ്ജക്ട് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വരുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ 32/6 which would give you 5.33 meter per second. ഓൾറൈറ്റ്, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് സ്പീഡ് വിത്ത് ഡയറക്ഷൻ. ഓക്കെ, സോ അതൊരു പുതിയൊരു ടേം ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. നമുക്ക് നോക്കാം. ഓൾറൈറ്റ്, ദി റേറ്റ് ഓഫ് മോഷൻ ഓഫ് an object can be more comprehensive if we specify its direction of motion along with speed. ഓക്കെ, ഇത്ര നേരം നമ്മൾ സ്പീഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നില്ല. സ്പീഡ് മെൻഷൻ ചെയ്യുമ്പോൾ വി നീ നോട്ട് സ്പെസിഫൈ ദി ഡയറക്ഷൻ അല്ലെ. പക്ഷെ അലോങ് വിത്ത് സ്പീഡ് ഒരു ഡയറക്ഷനും കൂടെ പറയാൻ നമുക്ക് വേറൊരു ക്വാണ്ടിറ്റി ആണ് അവിടെ വരാൻ വേണ്ടി പോകുന്നത്. അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ക്വാണ്ടിറ്റി ദാറ്റ് സ്പെസിഫൈ ബോത്ത് ആസ്പെക്ട് ഇസ് കോൾഡ് ആസ് വെലോസിറ്റി, ദാറ്റ് ഇസ് സ്പീഡ് അലോങ് വിത്ത് ഇറ്റ്സ് ഡയറക്ഷൻ. മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത് വെലോസിറ്റി എന്ന ടേം ആണ്. സോ വെലോസിറ്റി ഈസ് ദ സ്പീഡ് ഓഫ് an object മൂവിങ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. ഓൾറൈറ്റ്, സോ യൂണിഫോം വെലോസിറ്റി ആവാം, വേരിയബിൾ വെലോസിറ്റി ആവാം. ഓൾറൈറ്റ്, ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ദി ഒബ്ജക്ട് സ്പീഡ്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ ബോത്ത്. നമുക്ക് ഒബ്ജക്റ്റിന്റെ സ്പീഡ് മാറ്റം അല്ലെങ്കിൽ ഡയറക്ഷൻ മാറ്റം രണ്ടും മാറിയാലും ഇറ്റ് എഫക്ട്സ് ദ വെലോസിറ്റി. ഓൾറൈറ്റ്, when an object is moving along a straight line at a variable speed, we can express the magnitude of its rate of motion in terms of average velocity. നമ്മൾ ആവറേജ് സ്പീഡ് പറഞ്ഞ പോലെ തന്നെ ഈ ആവറേജ് വെലോസിറ്റിക്കുള്ള ഒരു ഇക്വേഷൻ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ സെയിം വേ വി ക്യാൻ കാൽക്കുലേറ്റ്, നമ്മൾ എങ്ങനെയാണോ ആവറേജ് സ്പീഡ് കണ്ട് അതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റിയും നമുക്ക് കാണാം. ഇൻ കേസ് the velocity of the object is changing at uniform rate, then the average velocity is given by the arithmetic mean. Mean എന്ന് പറഞ്ഞാൽ ആവറേജ് തന്നെയാണ് അല്ലെ, of the initial velocity and the final velocity. Initial velocity എന്ന് പറഞ്ഞാൽ ഏത് വെലോസിറ്റിയിലാണോ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ യു. ആൻഡ് ഫൈനൽ വെലോസിറ്റി ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ വി. Alright, so average velocity ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2, ദാറ്റ് ഇസ് മീൻ എന്നുകൊണ്ട് അവർ ഉദ്ദേശിച്ചത്. ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് സം ഡിവൈഡ് ബൈ 2 അല്ലെ. സോ ഇവരുടെ രണ്ട് ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ടാണ് ബൈ 2 വന്നിരിക്കുന്നത്. സോ മാത്തമാറ്റിക്കലി വി ആവറേജ്, ദാറ്റ് ഇസ് ആവറേജ് വെലോസിറ്റി ഇസ് ഗിവൻ ബൈ യു പ്ലസ് വി ബൈ 2, വേർ വി average is the average velocity, u is the initial velocity and v is the final velocity. I hope until this it is very clear to everyone. So ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ പഠിച്ചത് സ്പീഡ്, അതിന്റെ ഡെഫിനേഷൻ, SI യൂണിറ്റ് ആൻഡ് ഇക്വേഷൻ. ഇക്വേഷൻ വന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതുപോലെ വെലോസിറ്റി, ഇറ്റ്സ് എ സ്പീഡ് ഓഫ് an object moving in a definite direction, or we can say speed along with its direction മെൻഷൻ ചെയ്താൽ അത് വെലോസിറ്റി ആയി.
ആൻഡ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് u plus v by 2. ഓൾറൈറ്റ്, ഇതുവരെയും പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി 7.6 പോവാം. മെഷർ ദ ടൈം ഇറ്റ് ടേക്സ് യു ടു വാക്ക് ഫ്രം യുവർ ഹൗസ് ടു യുവർ ബസ് സ്റ്റോപ്പ് ഓർ ടു ദ സ്കൂൾ. സോ സപ്പോസ് ലൈക്ക് ലെറ്റ് ഇറ്റ് ബി ഒരു 15 മിനിറ്റ് എന്നെടുക്കാം. ഓക്കെ, 15 മിനിറ്റ് ഓൺ ആൻ ആവറേജ് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഇതിൽ പെർട്ടിക്കുലർ വാല്യൂ ഒന്നും തന്നിട്ടില്ല. സ്കൂളിലേക്ക് എത്താനോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ എത്താനോ ഒരു 15 മിനിറ്റ് എടുക്കുമെന്ന് നമുക്ക് ഗസ് ചെയ്യാം അല്ലെ. സോ മിനിറ്റിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കൺവേർട്ട് ചെയ്യാം, അതായത് സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 15 into 6 90 അല്ലെ, എക്സാക്ട്ലി 90. സോ 900 സെക്കൻഡ്സ്. സെക്കൻഡ്സിൽ മാത്രമാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇവിടെ എസ് ഐ ഒന്ന് ടൈമിന്റെ സെക്കൻഡിലാണ്, മിനിറ്റിലല്ല. അതുകൊണ്ട് ഓക്കെ. ആൻഡ് വാക്കിംഗ് സ്പീഡ് വന്നിട്ട് 4 കിലോമീറ്റർ. സോ വി ഇസ് ഈക്വൽ ടു 4 കിലോമീറ്റർ പെർ അവർ. അഗെയിൻ നമ്മളിവിടെ സ്പീഡ് 4 കിലോമീറ്റർ പെർ അവർ ആണെങ്കിലും മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ എസ് ഐ യൂണിറ്റ്. സോ വി ഹാവ് ടു കൺവേർട്ട് കിലോമീറ്റർ പെർ അവർ ഇൻടു മീറ്റർ പെർ സെക്കൻഡ്. സോ ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇൻടു 5/18, അതായത് മൾട്ടിപ്ലൈ ദ ക്വാണ്ടിറ്റി വിച്ച് ഇസ് ഗിവൺ ഇൻ കിലോമീറ്റർ പെർ അവർ by 5/18 so that you will get the answer in meter per second. Okay, so 4 into 5/18. I'm not going to divide this. Okay, നമുക്ക് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഡിവിഷൻ ചെയ്താൽ മതി, അപ്പോൾ കട്ട് ഷോർട്ട് ചെയ്താൽ മതി. ഓൾറൈറ്റ്, ആൻഡ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഓൾറൈറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു സ്പീഡ് എത്രയാണ്? 4 into 5/18 ഇൻറ്റു ടൈം എത്രയാണ്? 900. Okay, so we have to cut this. ഇവിടെ 100 and അതായത് 9/18 പോവല്ലോ. Okay, 2 times and this is going to be 2 to 5 is 10. All together 1000 meters ആണ് വരുന്നത്, അല്ലെങ്കിൽ 1 kilometer ആണ് നമ്മുടെ ഡിസ്റ്റൻസ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ 4 kilometer per hour ആണ് ആ സ്പീഡ്. സപ്പോസ് they are asking to calculate our speed with which we are walking towards bus stop or school എന്നാണ് പറഞ്ഞിട്ട് ഞാനൊരു 15 മിനിറ്റ് സമയം എന്നുള്ളത് ജസ്റ്റ് ഒരു ആവറേജ് എടുത്തു. സോ 15 മിനിറ്റ് ഇൻ ദ സെൻസ് വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ക്വാണ്ടിറ്റി ഇൻടു സെക്കൻഡ്സ് അല്ലെ. അപ്പോൾ 15 into 60 എന്ന് കൊടുത്തു അല്ലെ. അതുകൊണ്ട് നമുക്ക് 900 സെക്കൻഡ്സ് എന്ന് കിട്ടി. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്, അതുകൊണ്ടാണ് ഇൻടു 60 ചെയ്തത്. Again, v is equal to 4 kilometer per hour. We have to convert that quantity into meter per second. Okay, so 4 into 5/18 എന്ന് ചെയ്തു. Distance is equal to speed into time എന്നുള്ളൊരു ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ 4 into 5/18 into 900. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ബൈ 18 ചെയ്യുന്നവർക്ക് ചെയ്യാം. ബട്ട് ഏറ്റവും എളുപ്പം കട്ട് ചെയ്യാം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുക. കോമൺ ടേംസ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1000 meters വരുന്നത്. ദാറ്റ് ഇസ് 1 kilometer ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, now let's move ahead to activity 7.7. At a time when it is cloudy, there may be frequent thunder and lightning. The sound of thunder takes some time to reach you after you see the lightning. ഇത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തവർക്ക് ഇനി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. തണ്ടറിങ് ആൻഡ് ലൈറ്റ്നിങ് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ലൈറ്റ്നിങ് കണ്ട ശേഷമാണ് തണ്ടറിന്റെ സൗണ്ട് കേൾക്കുന്നത്. വെരി ഫ്യൂ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കേൾക്കുന്നത്. ക്യാൻ യു ആൻസർ വൈ ദിസ് ഹാപ്പൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അല്ലെങ്കിൽ വാക്വം വന്നിട്ട് 3 into 10 raised to 8 meter per second ആണ്. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് ബൈ ഹാർട്ട് ദിസ് വാല്യൂ. ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയാൻ 3 into 10 raised to 8 ആണ്. അതായത് 3 എന്ന് കഴിഞ്ഞിട്ട് ഒരു 8 പൂജ്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലെ. ദാറ്റ് മച്ച് മീറ്റർ ഇൻ ജസ്റ്റ് 1 second. അത്രയും ഫാസ്റ്റ് ആണ് ലൈറ്റിന്റെ സ്പീഡ്. But at the same time, they've given the speed of sound, which is 346 meter per second. So, speed of light ne compare ചെയ്യുമ്പോൾ speed of sound വളരെ കുറവാണ്. സോ അത് കാരണമാണ് ലൈറ്റ്നിങ് കണ്ട ശേഷമാണ് തണ്ടറിന്റെ സൗണ്ട് നമുക്ക് കേൾക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് എ ആൻസർ ഫോർ ദാറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഇസ് greater than the speed of sound in air. Okay, that is the reason. Now, let's go to the in-text questions. Distinguish between speed and velocity. Again, a small suggestion from my end. Distinguish ചെയ്യാൻ, differentiate ചെയ്യാൻ, write the differences എന്നൊക്കെ പറയുമ്പോൾ please try to tabulate. Okay, tabulate ചെയ്തിട്ട് സ്പീഡ് വേറെ വെലോസിറ്റി വേറെ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. So that you can easily score the marks. Okay, rather than writing it in a paragraph form. പാരഗ്രാഫിനേക്കാളും ബുള്ളറ്റിൻ ഇട്ടിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാണ്, ലിസ്റ്റ് ഔട്ട് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസറിംഗ് മെത്തേഡ്. ഓൾറൈറ്റ്, സോ സ്പീഡ് ആൻഡ് വെലോസിറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത് അതിന്റെ ഡെഫിനേഷൻ തന്നെ ഒരു ഡിഫറൻസ് ആണ് അല്ലെ. സ്പീഡ് ഇസ് ദ ഡിസ്റ്റൻസ് ബൈ ടൈം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത്. വേറെ വെലോസിറ്റി എന്ന് പറയുന്നത്
ഇറ്റ്സ് എ സ്പീഡ് ഓഫ് എൻ ഒബ്ജക്ട് മൂവിങ് ഇൻ എ ഡെഫിനറ്റ് ഡയറക്ഷൻ ഓർ സ്പീഡ് മെൻഷൻ അലോങ് വിത്ത് ഇറ്റ്സ് ഡയറക്ഷൻ ആണ് വെലോസിറ്റി. സോ ഡെഫിനേഷനുകൾ തന്നെ ആദ്യമായിട്ട് നമുക്ക് ഡിഫറൻസ് ആയിട്ട് പറയാം അല്ലെ. പിന്നെ വേണമെങ്കിൽ ഇതിനെ തന്നെ ഇക്വേഷൻ ആക്കി നിങ്ങൾക്ക് എഴുതാം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമും വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമും ആണ് കേട്ടോ. രണ്ടും വ്യത്യാസമുണ്ട്. ദെൻ സ്പീഡ് എന്ന് പറയുന്നത് 0 വരാം, പോസിറ്റീവ് വാല്യൂ വരാം. സ്പീഡ് കെൻ നോട്ട് ബി നെഗറ്റീവ്. സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് വരില്ല. പക്ഷെ വെലോസിറ്റി എന്നുള്ളത് ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ ഈവൻ 0. ഓൾറൈറ്റ്. ആൻഡ് വൺ മോർ പോയിന്റ്, സ്പീഡ് എന്നുള്ളത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. വി ഡസന്റ് മെൻഷൻ ദ ഡയറക്ഷൻ വെൻ വി സ്പെസിഫൈ ദ സ്പീഡ് അല്ലേ. ബട്ട് വെലോസിറ്റി ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി, മീനിങ് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട് വെലോസിറ്റി. ഓക്കെ. സോ ഈച്ച് പോയിന്റ് ക്യാരി ഹാഫ് എ മാർക്ക്. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ഒരു 2 മാർക്കിന് ക്വസ്റ്റൻ യു ഹാവ് ടു അറ്റ്ലീസ്റ്റ് മെൻഷൻ 4 points. Alright, that question is done. And under what condition or conditions is the magnitude of the average velocity of an object equal to its average speed? ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും എപ്പോൾ ഈക്വൽ ആവാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ റീസെന്റ് പഠിച്ചു. വി ആവറേജ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ 2 അല്ലെ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ആൻഡ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഈ രണ്ട് ക്വാണ്ടിറ്റിയും ഈക്വൽ ആവണമെങ്കിൽ whenever the displacement of an object is equal to the distance covered, ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈക്വൽ ആയാൽ ന്യൂമറേറ്ററുകൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയി അല്ലെ. സോ ഡെഫിനറ്റ്ലി നമുക്ക് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് ഈക്വൽ ആണെന്ന് പറയാം when the distance and displacement are equal. Alright. Now the third question, what does the odometer of an automobile measure? So കൂടുതൽ വണ്ടികളുമായിട്ടുള്ള ഇടപഴകുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നവർ എപ്പോഴെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് സ്പീഡോമീറ്റർ ആൻഡ് ഓഡോമീറ്റർ ഉണ്ട്. സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് സ്പീഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള മീറ്റർ ആണ്. ഇറ്റ് കാൽക്കുലേറ്റ് ദ സ്പീഡ് അല്ല വിത്ത് വിച്ച് ദാറ്റ് വെഹിക്കിൾ ഇസ് മൂവിങ്. ഓഡോമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് കവേർഡ് ബൈ ദാറ്റ് വെഹിക്കിൾ അല്ലെ. ആ വണ്ടി എത്ര കിലോമീറ്റർ കവർ ചെയ്തു, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, നിങ്ങൾക്ക് ഇത്ര കിലോമീറ്റർ എന്നൊക്കെ നമുക്ക് ഓഡോമീറ്ററിൽ കാണാൻ വേണ്ടി പറ്റും. സോ ഡിസ്റ്റൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Now the fourth question, what does a path of an object look like when it is in uniform motion? യൂണിഫോം ആയിട്ടുള്ള മോഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ലീനിയർ മോഷൻ, സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഐ തിങ്ക് this is a numerical. During an experiment, a signal from a spaceship reached the ground station in 5 minutes. Okay, ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, ആദ്യം തന്നെ ഗിവൺ ഡാറ്റ എഴുതുക. സോ ടൈം ഇസ് ഈക്വൽ ടു 5 minutes എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേ യൂണിറ്റ് കൺവേർഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. സോ 5 into 60 എന്ന് ചെയ്യണം. വൈ? ബിക്കോസ് 1 minute എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. സോ ഓൾ ടുഗദർ 300 സെക്കൻഡ് ആണ് ടൈം നമ്മൾ കൊടുക്കുന്നത്. 5 minutes ഡയറക്ട്ലി കൊടുക്കരുത്. ഓൾറൈറ്റ്. നൗ what was the distance of the spaceship from the ground station and the signal travels at the speed of light, that is 3 into 10 raised to 8 meter per second. അപ്പോൾ v തന്നിട്ടുണ്ട് 3 into 10 raised to 8 meter per second. ഓക്കെ. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ ഡിസ്റ്റൻസ് is equal to speed into time. Alright. So 3 into 10 raised to 8 into 300. അല്ല, 3 into 3 9, 9 into 10 raised to 8. ഈ രണ്ട് സീറോസിനെ into 10 raised to 2 എന്ന് എഴുതാലോ. അപ്പൊ പവറുകൾ നമുക്ക് ഒരുമിച്ച് എഴുതാം. സോ 9 into 10 raised to 10 എന്നാവും. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, യൂണിറ്റ് മീറ്ററിലാണ്. ഓൾറൈറ്റ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ യൂണിറ്റ് കൺവേർഷൻ ഉണ്ടോന്ന് ചെക്ക് ചെയ്തിട്ട് വേണ്ടി മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓൾറൈറ്റ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. സോ 9 into 10 raised to 10 meter ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ലെറ്റ്സ് മൂവ് ടുവേർഡ്സ് ദി എക്സാമ്പിൾ ക്വസ്റ്റ്യൻ which is 7.2. The odometer of a car reads 2000 km at the start of a trip and 2400 km at the end of the trip. If the trip took 8 hours, calculate the average speed of car in കിലോമീറ്റർ പെർ അവറിലും കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, മീറ്റർ പെർ സെക്കൻഡിലും കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. രണ്ട് യൂണിറ്റിലും നമുക്ക് കാണാം. സോ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഇസ് ഈക്വൽ ടു 2400 ആണ് ഫൈനലി ഓഡോമീറ്റർ കാണിച്ചത് അല്ലെ. ഇനീഷ്യലി റീഡ് ചെയ്തത് 2000 ആണ്. സോ ഇത് മൈനസ് ചെയ്യുമ്പോൾ ടോട്ടൽ ആ ജേർണി അല്ലെങ്കിൽ ആ ട്രിപ്പ് ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 km ആണ് അല്ലെ. നൗ
അതെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 8 hours ആണ്. അപ്പൊ കിലോമീറ്റർ പെർ അവറിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇതിൽ നമുക്ക് യൂണിറ്റ് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്ട്ലി ചെയ്താൽ കിലോമീറ്റർ പെർ അവറിലുള്ള ആൻസർ കിട്ടും. മീറ്റർ പെർ സെക്കൻഡിലോട്ട് ചെയ്യുമ്പോഴാണ് എല്ലാം നമ്മൾ മീറ്ററിലോട്ടും ടൈം സെക്കൻഡ്സിലോട്ടും കൺവേർട്ട് ചെയ്യേണ്ടി വരും അല്ലെ. സോ ഇവിടെ വി ആവറേജ് ഇസ് ഈക്വൽ ടു എസ് ബൈ ടി വിച്ച് ഇസ് ഈക്വൽ ടു 400/8. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. 840 പോകും 5 ടൈംസ് അല്ലെ. സോ 50 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് കിലോമീറ്റർ പെർ അവറിൽ അതിന്റെ ആവറേജ് സ്പീഡ്. ഇതേ കാര്യം നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ 50 ഇൻറ്റു ഇവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ലൈക്ക് എങ്ങനെയാണ് അത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. ഓക്കെ, ആൻഡ് 1 hour എന്ന് പറയുന്നത് 3600 സെക്കൻഡ്സ് ആണ്. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് 50 ഇൻറ്റു 5/18 ചെയ്യുന്നതാണ്. വൈ? ബിക്കോസ് ഈ 1000 ആൻഡ് 3600 കട്ട് ചെയ്താൽ കിട്ടുന്നതും 5/18 ആണ്. 0000 ക്യാൻസൽ ചെയ്യും. 10/36 എന്ന് വരും. 10/36 is again going to be 5/18. ഓക്കെ, സോ ഒരു ടിപ്പ് ആലോചിച്ച് വെക്കുക, ഒരു പോയിന്റ് ആലോചിച്ച് വെക്കുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലൈ ദ ഗിവൺ ക്വാണ്ടിറ്റി ഇൻ കിലോമീറ്റർ പെർ അവർ ഇൻടു 5/18 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. തിരിച്ചാണ് ചോദ്യമെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും കിലോമീറ്റർ പെർ അവറിലേക്കാണ് ചെയ്യേണ്ടതെന്ന് ഇൻടു 18/5 ചെയ്താൽ മതി. ഓക്കെ, സോ പ്ലീസ് ടേക്ക് എ നോട്ട് ഓഫ് ദാറ്റ്. സോ 50 ഇൻറ്റു 5/18 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 13.9 meter per second എന്നാണ് കിട്ടുന്നത്. I hope that is very much clear to everyone. If there is any kind of doubt regarding any of the content that we are covering or any of the numerical that we are doing, please do comment below. We'll have a session where we can clear all the doubts. Okay. So example 7.3, Usha swims in a 90-meter long pool. She covers 180 meter in 1 minute by swimming from one end to the other and back along the same straight path. ക്വസ്റ്റ്യൻ ഒന്നുപോലെ 2 തവണ വായിച്ചാലേ നമുക്ക് ന്യൂമറിക്കൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഉഷ എന്ന് പറയുന്ന ഒരു ലേഡി, ലൈക്ക് ഷീ സ്വിംസ് 90 മീറ്റർ ലോങ് പൂൾ 180 മീറ്റർ 1 മിനിറ്റിൽ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിൽ ഷീ കവേഴ്സ് ബാക്ക് അല്ലെ, ഷീ കം ബാക്ക് അലോങ് ദ സെയിം സ്ട്രെയിറ്റ് പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ഓക്കെ, ഫൈൻഡ് ദി ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. ആവറേജ് സ്പീഡും കണ്ടുപിടിക്കണം, ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 180 മീറ്റർ കവർ ചെയ്തു എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് സെഷനിൽ പഠിച്ചു. ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ. സോ എവിടെ നിന്നാണോ ആള് സ്വിം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരിച്ച് അതേ പോയിന്റിൽ നിന്ന് എത്തി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ഇസ് എക്സാക്ട്ലി ദ സെയിം. സോ the displacement is going to be 0. Alright, now average speed എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ 180 മീറ്റർ ആണ് കവർ ചെയ്ത്, 90 മീറ്റർ അങ്ങോട്ട് തിരിച്ച് 90 മീറ്റർ ഇങ്ങോട്ട്. ഓക്കെ, ഇൻ 1 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, മീറ്ററിനെ മാറ്റണ്ട, കാരണം മീറ്റർ തന്നെയാണ് നമ്മുടെ SI യൂണിറ്റ്. പക്ഷെ ടൈം മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. സോ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. ഓക്കെ, അത് കാരണം 180/60 എന്ന് വരും. Alright, 180/60 എന്ന് പറയുന്നത് 3 ടൈംസ് കട്ട് ചെയ്യാം. സോ 3 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആവറേജ് സ്പീഡിന്റെ വാല്യൂ. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. സോ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ 0 ആയത് കാരണം 0/60 which is going to be 0 again. ഓക്കെ, സോ 2 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച്. ആവറേജ് സ്പീഡ് which is 3 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി which is equal to 0 മീറ്റർ പെർ സെക്കൻഡ്. ഓൾറൈറ്റ്, സോ ഓൾ ടുഗെദർ നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കിയിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ പഠിച്ച ടേം ആയിരുന്നു യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം മോഷൻ അല്ലെ. വെൻ ആൻ ഒബ്ജക്ട് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ആൻഡ് ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം വി ക്യാൻ സീ ദാറ്റ് ദ ഒബ്ജക്ട് ഇസ് ഇൻ യൂണിഫോം മോഷൻ. ദ മൂവ്മെന്റ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഇൻ എ ക്ലോക്ക് അല്ലെ, അതൊക്കെ നമുക്ക് യൂണിഫോം മോഷൻ ആയിട്ട് പറയാം. നോൺ യൂണിഫോം മോഷനിൽ വെൻ ആൻ ഒബ്ജക്ട് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ആൻഡ് ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം അല്ലെ, a person who is jogging in a crowded park or a vehicle which is moving in a traffic, അതൊക്കെ നമുക്ക് നോൺ യൂണിഫോം മോഷന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലെ. പിന്നെ നമ്മൾ പഠിച്ച 2 ടേമാണ് സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമും വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമും. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ടേക്കൺ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2, ദാറ്റ് ഇസ് u plus v by 2. ഓൾറൈറ്റ്, അതിന്റെ ന്യൂമറിക്കൽസും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തത്.
So I hope whatever we have discussed so far is very much clear to you. Let's see very quickly in the third session of the same chapter. So third session നമ്മൾ rate of change of velocity അവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Okay, so thank you so much for watching. See you very soon. Thank you.